ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. ക്ഷീണം മുതൽ ഓർമ്മക്കുറവ് വരെ സോഡിയത്തിന്റെ അപര്യാപ്തത അവഗണിക്കരുത്. ശരീരത്തിലെ ഒരു ആവശ്യ ധാതുവായ സോഡിയം ദ്രാവകങ്ങളുടെയും നാഡികളുടെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പേശികളുടെ സങ്കോചത്തിനും സോഡിയം സഹായിക്കുന്നു. മികച്ച ആരോഗ്യത്തിന് ശരിയായ സോഡിയത്തിന്റെ അളവ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. സോഡിയത്തിന്റെ അഭാവം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ആരോഗ്യം നിലനിർത്തുന്നതിന് സോഡിയത്തിന്റെ കുറവ് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. സോഡിയം അപര്യാപ്തതയുടെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് സങ്കീർണതകൾ തടയും. സോഡിയത്തിന്റെ അളവ് കുറയുന്നതിന്റെ ഒരു പതിവ് ലക്ഷണമാണ് ക്ഷീണം. ആളുകൾക്ക് സാധാരണമായ ക്ഷീണമോ ബലഹീനതയോ അനുഭവപ്പെടാം. ശാരീരിക പ്രവർത്തനങ്ങളിടയിൽ ഉണ്ടാകുന്ന പേശിപരിവാണ് മറ്റൊരു സൂചകം. തലവേദനയും ഉണ്ടാകാം. ചിലപ്പോൾ ഓക്കാനം അല്ലെങ്കിൽ ഛർദിയും ഉണ്ടാകാം. ഗുരുതരമായ ലക്ഷണങ്ങൾ: സോഡിയം തീരെ കുറയുന്ന സന്ദർഭങ്ങളിൽ ആശയക്കുഴപ്പമോ ക്ഷോഭമോ ഉണ്ടായേക്കാം. ഈ ലക്ഷണങ്ങൾ സോഡിയത്തിന്റെ അളവിൽ ഗണ്യമായ കുറവിനെ സൂചിപ്പിക്കുന്നു. അപസ്മാരവും അബോധാവസ്ഥയും ഉണ്ടായാൽ ഉടനടി വൈദ്യസഹായം ആവശ്യമാണ്. സോഡിയം കുറയുന്നതിന്റെ കാരണം: അമിതമായ വിയർപ്പ് അല്ലെങ്കിൽ നിർജ്ജലീകരണം മൂലമാണ് സോഡിയത്തിന്റെ കുറവ് ഉണ്ടാകുന്നത്. ഡയൂറേറ്റിക്സ് പോലെയുള്ള ചില മരുന്നുകൾ സോഡിയത്തിന്റെ അളവ് കുറയ്ക്കും. വൃക്കരോഗം അല്ലെങ്കിൽ അഡ്രിനൽ അപര്യാപ്തത പോലെയുള്ള ശാരീരിക അവസ്ഥകളും ഈ പ്രശ്നത്തിന് കാരണമായേക്കാം. പ്രധാന നുറുങ്ങുകൾ: സോഡിയത്തിന്റെ കുറവുണ്ടായാൽ ആവശ്യത്തിന് ഉപ്പ് ഉൾപ്പെടുത്തി സമീകൃത ആഹാരം ശീലിക്കുക. എക്സസൈസ് ചെയ്യുമ്പോഴോ ചൂടുള്ള കാലാവസ്ഥയിലോ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. മരുന്നുകൾ നിങ്ങളുടെ സോഡിയത്തിന്റെ അളവിനെ ബാധിക്കുന്നതായി സംശയിക്കുന്നുവെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക. ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതും കാരണങ്ങൾ മനസ്സിലാക്കുന്നതും സോഡിയത്തിന്റെ അളവ് പ്രധാനമായി നിയന്ത്രിക്കാൻ സഹായിക്കും. സോഡിയം കുറവുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നേരത്തെ ലക്ഷണങ്ങളും കണ്ടെത്തലും പ്രതിരോധവും പ്രധാനമാണ്. അമിതമായ സോഡിയം ഉപഭോഗം ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് ഹാനികരമാകാതെ സുരക്ഷിതമായ സോഡിയം ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള വഴികളാണ് ഇത്. പ്രകൃതിദത്ത ഉറവിടങ്ങൾ: പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ സോഡിയത്തിന്റെ സ്വാഭാവിക സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുക. ഈ ഭക്ഷണങ്ങൾ സോഡിയത്തോടൊപ്പം തന്നെ ആവശ്യ പോഷകങ്ങളും നൽകുന്നു. ലേബലുകൾ ശ്രദ്ധാപൂർവം വായിക്കുക. പായ്ക്ക് ചെയ്ത ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ സോഡിയത്തിന്റെ അളവ് ലേബലിൽ പരിശോധിക്കുക. നിങ്ങളുടെ ഉപഭോഗം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കുറഞ്ഞ സോഡിയം അളവുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. പൊട്ടാസ്യവുമായി സന്തുലിതാവസ്ഥ: ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് സന്തുലിതമാക്കാൻ പൊട്ടാസ്യം സഹായിക്കും. പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ വാഴപ്പഴം, ചീര, മധുരക്കിഴങ്ങ് എന്നിവ ഉൾപ്പെടുത്തുക. ഇവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സോഡിയത്തിന്റെ ഉപഭോഗം നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും സഹായിക്കും. ജലാംശം നിലനിർത്തുക: സോഡിയം ഉപഭോഗം വർദ്ധിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നിർണായകമാണ്. ശരീരത്തിൽ നിന്നും അധിക സോഡിയം പുറന്തള്ളാൻ വെള്ളം സഹായിക്കും. ഇത് ആരോഗ്യപരമായ പ്രതികൂല ഫലങ്ങൾക്ക് സാധ്യത കുറയ്ക്കുന്നുണ്ട്. ഒരു പ്രൊഫഷണലിനെ സമീപിക്കുക. നിങ്ങൾക്ക് എത്രമാത്രം സോഡിയം ആവശ്യമാണെന്ന് ഉറപ്പില്ലെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുക. നിങ്ങളുടെ ആരോഗ്യ ആവശ്യങ്ങളും ജീവിതശൈലിയും അടിസ്ഥാനമാക്കി അവർക്ക് വ്യക്തിഗത ഉപദേശം നൽകാൻ കഴിയും. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ നല്ല ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സോഡിയം കഴിക്കുന്നത് സുരക്ഷിതമായി വർദ്ധിപ്പിക്കാൻ കഴിയും. ഉപ്പ് അമിതമായി കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ശരീരത്തിലെ സോഡിയത്തിന്റെ അഭാവം നിങ്ങളുടെ മരണ കാരണമായേക്കാം. ശരീരത്തിലെ സോഡിയത്തിന്റെ അഭാവം പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. സോഡിയത്തിന്റെ അഭാവം തലച്ചോറിനെ മോശമായി ബാധിക്കുന്നു. ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും ജലത്തെ നിയന്ത്രിക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ആണ് സോഡിയം. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.